മുമ്പ് ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികൾ നിർമ്മിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ വാട്സപ്പ് മെസ്സേജായിട്ടും കോളുകളായിട്ടും കമൻറ്റുകളിലൂടെയും ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയാണ്, അതിൻ്റെ ഉത്തരങ്ങളാണ് ഇന്ന് നൽകാൻ പോകുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും ചോദിച്ച ചോദ്യം, ബാറ്ററികൾ എങ്ങനെയാണ് വാങ്ങിക്കുക, അതിൻ്റെ ലിങ്ക് കിട്ടുമോ, കൂടുതൽ ബാറ്ററികൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, BMS എങ്ങനെ കിട്ടും, BMS വാങ്ങിക്കാനുള്ള ലിങ്ക് അയച്ചു തരുമോ, ബാറ്ററിക്കും BMSനും ഏകദേശം എത്ര വിലയാകും, ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോയുടെ കൂടെ ബാറ്ററിയുടെ വില പറയാത്തതും അതിൻ്റെ ലിങ്ക് കൊടുക്കാത്തതും വേറൊന്നുകൊണ്ടുമല്ല, വില എന്നും അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് അതിൻ്റെ വില വ്യത്യാസം അപ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വില പറയാൻ സാധ്യമല്ല. രണ്ടാമത്തെ ലിങ്ക് കൊടുക്കുമ്പോൾ ഉള്ള വിഷയം, ഞാൻ കൊടുക്കുന്ന ലിങ്ക് ചിലപ്പം ഏറ്റവും വില കുറഞ്ഞത് ഇന്ന് വില കുറഞ്ഞ ലിങ്കായിരിക്കും, വില കുറഞ്ഞ് സാധനം കിട്ടുന്ന ലിങ്കായിരിക്കും. ഒരു മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വില കുറഞ്ഞ ലിങ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴും പ്രയാസം ഈ എൻ്റെ മാന്യ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കുമാണ്. പിന്നെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പല ചതികളുമുണ്ട്. ആദ്യമായിട്ട് ഞാൻ സെല്ല് വരുത്തിയിട്ട് കമ്പനി പറഞ്ഞ ആംബിയർ കിട്ടാത്തതുകൊണ്ട് ആ ബാറ്ററി ഒന്ന് പൊളിച്ചു നോക്കി, സെല്ലൊന്ന് പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ പകുതിയിലധികം ഭാഗം മണൽ നിറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2018 ഈ സംഭവം. ആദ്യമായിട്ട് ഞാൻ സെല്ല് വാങ്ങുന്നത് 2018. മണൽ നിറച്ച ഒരു സാധനമാണ് എനിക്ക് 100 AH, അതായത് 105 AH എന്ന് പറഞ്ഞിട്ട് തന്നത്. സത്യത്തിൽ അത് 30 AH മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ വാങ്ങുന്ന ലിങ്ക് ഞാൻ എങ്ങനെയാണ് അയച്ചു തരിക? കമൻറ്റുകളിലൂടെ വളരെ മോശമായ രൂപത്തിൽ പലരും പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ ഇത് സത്യാവസ്ഥ അറിയാതെയാണ് അവരൊക്കെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം, ഈ സെല്ലുകൾ BMS നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് വീഡിയോ. അതിൻ്റെ ചില മാർഗങ്ങളാണ് പറയുന്നത്. ഈ മാർഗങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മാർഗങ്ങളാണ്, അല്ലാതെ ഇതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് അവരവരുടെ തീരുമാനത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ സ്വീകരിച്ച ചില മാർഗങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ചില ചൈനീസ് സുഹൃത്തുക്കളെ കൊണ്ട്, അവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് മതിയായ രൂപത്തിൽ അറിയില്ല. ഈ ചൈനീസ് വിഭാഗം ജനങ്ങൾക്ക് ഇംഗ്ലീഷ് നോളജ് വളരെ കുറവാണ്. അപ്പോൾ ഈ ആളുകൾക്ക് ഞാൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടും അവർക്കറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിലൂടെയും എനിക്കറിയാവുന്ന ചൈനീസ് ഭാഷയിലൂടെയും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ചൈനയിലേക്ക് ഞാൻ ഫോൺ വിളിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചില കമ്പനികൾ കണ്ടെത്തുകയും ആ കമ്പനികളിൽ കോണ്ടാക്റ്റ് നടത്തി അതിലൂടെ സംസാരിച്ചിട്ടാണ് ഈ ചില സെല്ലുകൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. കമ്പനികളെ കണ്ടെത്താൻ ഞാൻ തീർച്ചയായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് ആലിബാബയിലൂടെ തന്നെയാണ്. ആലിബാബയിലൂടെ ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ അഡ്രസ്സ് വാങ്ങി അതിനുശേഷം വാട്സപ്പിലോ അല്ലെങ്കിൽ WeChatലൂടെയോ ചെയ്ത്, പലപ്പോഴും അവർക്ക് വാട്സപ്പ് ഉണ്ടാകാറില്ല, WeChatലൂടെ ചാറ്റ് ചെയ്ത് അവരുടെ കമ്പനി പ്രൊഫൈൽ വാങ്ങി അഡ്രസ്സ് വാങ്ങി അങ്ങനെയാണ് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത്. 2018 കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ കൺവേർഷന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമായിരുന്നത്. ഞങ്ങൾ 4 ആൾ കൂടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമായിരുന്നു. ആദ്യമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എല്ലാവർക്കും അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നീട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ 4 ആളുകളും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. ഞാൻ കണ്ടെത്തിയ ഈ അഡ്രസ്സുകളിലേക്ക് 2 ആളെ ചൈനയിലേക്ക് അയക്കാൻ. ചൈനയിലേക്ക് നമുക്ക് ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ വേണം. അങ്ങനെ ഒരു കമ്പനിയുടെ പേരിൽ അവർ ഇൻവിറ്റേഷൻ അടിച്ച് തന്നിട്ട് ഇവിടുന്ന് 2 ആളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ ഞാൻ കണ്ടെത്തിയ കമ്പനികളിൽ ഒരു കമ്പനി സോർ കമ്പനിയാണ്. സോർ കമ്പനി ആണ് ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്. ആ കമ്പനി പോയി ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചു. അതിനോടൊപ്പം തന്നെ ബാറ്ററികൾ കൊടുക്കും, സെല്ലുകൾ ഞങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ
പല കമ്പനികളുടെ അഡ്രസ്സും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് കൈമാറിയിരുന്നു. ഈ 2 പേരും അവിടെ ചെന്ന് നോക്കുമ്പോൾ ചില സ്ഥാപനം ജെന്യൂനാണ്, ചില സ്ഥാപനം അങ്ങനെ ഒരു ഷോപ്പ് പോലും കട പോലും അഡ്രസ്സ് പോലും ഇല്ല. പക്ഷേ ആലിബാബയിൽ എല്ലാ അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഞാനങ്ങ് ചൈനീസ് സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റ് സ്ഥാപനങ്ങളുടെ ബാറ്ററികൾ ഇവരെടുത്തിട്ട് ഇവർ ആലിബാബയിലൂടെ സെയിൽ ചെയ്യും. അപ്പോൾ അവർക്ക് റൂമോ ഷോപ്പോ കടകളോ ഒന്നും വേണ്ട, കമ്പ്യൂട്ടറിൽ മാത്രമേ ഷോപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇത്തരം കമ്പനികളേക്ക് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഒരു ബാച്ച് മൊത്തം വല്ല ഡാമേജും വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഈ തിരിച്ചു കൊടുക്കേണ്ടതായി വരുമ്പോൾ അത് അവർ സ്വീകരിക്കില്ല, കാരണം അത് ജെന്യൂൻ കമ്പനി അല്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് ജെന്യൂൻ കമ്പനിയാണെങ്കിൽ നമ്മുടെ ഡാമേജുള്ള എണ്ണം കാണിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ തിരിച്ചത് ചോദിക്കും, അല്ലെങ്കിൽ അതിന് പകരം അവർ സാധനം തരും. സെല്ലുകൾ വാങ്ങിയതിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1000 സെല്ലൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിലൊരു 5 or 6 സെല്ലുകളെ ഡാമേജ് കണ്ടിട്ടുള്ളൂ. അത് 105Ah ആണെങ്കിലും 6000 മില്ലി ആംപിയറുള്ള അത് ചെറിയ ബാറ്ററികൾ സിലിണ്ടറിക്കൽ ടൈപ്പുള്ള സെല്ലുകളാണെങ്കിലും ഇതേമാതിരി തന്നെ അത്രയൊക്കെ തന്നെ ഡാമേജ് വന്നിട്ടുള്ളൂ. അത് ഫിസിക്കൽ ഡാമേജ് അല്ല, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. LTO സെല്ലുകൾ വാങ്ങിയത് ബീജിങ്ങിലുള്ള റിവൈവൽ ഇമ്പീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. 3 തവണയായിട്ട് BMS വാങ്ങിയിട്ടുണ്ട്. 3 തവണയും വാങ്ങിയത് ഡോങ്കോൻ എന്ന സ്ഥലത്തുള്ള ഡാലി ഇലക്ട്രോണിക്സ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ്. ആദ്യ തവണ കൊണ്ടുവന്ന BMS 75,000 റുപ്പീസിൻ്റെതായിരുന്നു. 5 ഡേയ്സ് ഷിപ്പ് യാർഡിൽ ഡെമറേജ് വന്നത് കാരണം ഞങ്ങൾക്ക് ഏകദേശം 80,000 റുപ്പീസ് അധികം കൊടുക്കേണ്ടി വന്നു. ചരക്കിൻ്റെ വിലക്ക് പുറമെയാണ് ഈ ടാക്സ് കൊടുക്കേണ്ടി വന്നത്. ടാക്സ് മാത്രമല്ല, ഫൈനും കൂടി. ഇതിനിടയ്ക്ക് കോവിഡ് കാലം വരികയും ഞങ്ങളുടെ സ്ഥാപനം എന്നേക്കുമായി അടച്ചുപൂട്ടുകയും ചെയ്തു. അതിനുശേഷം സെല്ലുകളും ബാറ്ററികളും അതുപോലെ BMSകളും മറ്റ് സാധനങ്ങളും വന്നത് ദുബായ് വഴിയാണ്. ചൈനയിൽ നിന്ന് ദുബായിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് റീപാക്ക് ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതിനുള്ള ആളുകൾ ഡൽഹിയിലും ബോംബെയിലും ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം 1000 പീസ് 1000 സെല്ലുകൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും. ചില മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ 1000-ൽ കൂടുതൽ പീസ് ഓർഡർ ചെയ്യേണ്ടതായിട്ടും വരും. അത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി MOQ എന്നറിയപ്പെടുന്ന അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. വെഹിക്കിൾ ഇലക്ട്രിക്കൽ കൺവേർഷന് വേണ്ടിയിട്ട് കാറിനുള്ള, ഓട്ടോറിക്ഷയ്ക്കുള്ള, സ്കൂട്ടറിനും ബൈക്കിനുള്ള മോട്ടോറുകൾ വരുത്തിയതും അതിൻ്റെ കൺട്രോളറുകൾ വരുത്തിയതും മറ്റ് അനുബന്ധ സാമഗ്രികൾ വരുത്തിയതും ഗോൺജോയിൽ തന്നെയുള്ള ലിയോ എൻ്റർപ്രൈസസ് കമ്പനിയിൽ നിന്നാണ്. കുറച്ച് സാധനങ്ങളാണ് വേണ്ടതെങ്കിൽ ബാങ്കുണ്ട് വഴി നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ബാങ്കുണ്ട് വഴി ഞാൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ, മാക്സിമം ഒരു 20 മുതൽ 30 ദിവസം വരെ സമയം പിടിക്കുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ തന്നെ ടാക്സ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, അതിന് എത്രയൊരു നിശ്ചിത എമൗണ്ട് വരെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്വന്തം കണ്ടെത്തിയിട്ട് ചെയ്യേണ്ടതാണ്. 100Ah LFP സെല്ലിന് എനിക്ക് ആദ്യമായി ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയ റേറ്റ് $26.5 മൂന്നാമതായി പർച്ചേസ് ചെയ്തപ്പോൾ $18 കിട്ടിയത്. അതായത് ആദ്യം ഏകദേശം 2000 രൂപക്കും രണ്ടാമത്തെ പ്രാവശ്യം 1350 രൂപയോളം വിലക്കുമാണ് ചൈനയിൽ എനിക്ക് കിട്ടിയത്. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ അവിടെ തന്നെ ഏജൻസികളുണ്ട്. ഷെയറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ മുഴുവനായിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 20 ഫീറ്റ് കണ്ടെയ്നറിൽ ഏകദേശം 16,000 സെല്ലുകൾ ഉൾപ്പെടുത്താൻ കഴിയും. ഇനി ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനം ആവശ്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പമാർഗത്തിൽ ലഭിക്കാൻ ഇന്ത്യ മാർട്ടിനെ ആശ്രയിക്കുകയാണ് ഉചിതം. ഇന്ത്യ മാർട്ടിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന എൻക്വയറിക്ക് അവർ നേരിട്ട് നമ്മെ ഫോൺ മുഖാന്തരം വിളിക്കുന്നതാണ്. 8-10 സെല്ലുകൾ ആവശ്യമുള്ളവർക്ക്
ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിക്കാവുന്നതാണ്. BMS ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ വാക്കം ഇലക്ട്രോണിക്സ് ബാംഗ്ലൂരോ സിനർജി എൻ്റർപ്രൈസസ് പൂനെയോ ബന്ധപ്പെടാവുന്നതാണ്. നോർമൽ BMSന് ആംബിയറിനും വോൾട്ടേജിനും അനുസരിച്ച് അഥവാ സീരീസിനും വോൾട്ടേജിനും അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നതാണ്. ഒരു 12 വോൾട്ട് 80 ആംബിയറിന് എനിക്ക് ചൈനയിൽ വന്ന വില 700 രൂപയാണ്. നാട്ടിലെത്തിക്കാനും അതിന് ടാക്സും മറ്റു ചിലവുകളും പുറമെയാണ്. ഈ വീഡിയോയിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകാം. ഇനി നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.